അമേരിക്കൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലോൺ മസ്കുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അത്തരത്തിലൊരു ധാരണയിലെത്തിയിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മഹാരാഷ്ട്രയിലാണോ ഗുജറാത്തിലാണോ ഈ കാർ നിർമ്മാണ പ്ലാന്റ് വരാൻ പോകുന്നത്? എന്താണ് അത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നീലിമ, ഇത്തരത്തിൽ സ്ഥലങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് പലയിടങ്ങളിലായി പല സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഡൽഹിയിലും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ നഗരങ്ങളിൽ പോലും എന്നതിനുള്ള സാധ്യതകളുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ദക്ഷിണേന്ത്യൻ നഗരങ്ങളിൽ അതിനുള്ള സാധ്യത ഏത് നഗരങ്ങളിലാണ് ഉണ്ടാവുക എന്ന് ഇപ്പോൾ വ്യക്തമായി പറയാൻ സാധിക്കില്ല. പക്ഷേ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് പോർട്ട് സിറ്റികൾ, മേജർ പോർട്ടുകൾ നിലനിൽക്കുന്ന സിറ്റികളിൽ ഇതിനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ മേജർ പോർട്ടായ മുംബൈ പോർട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ബോംബെ പോർട്ട് നിലനിൽക്കുന്ന മഹാരാഷ്ട്രയിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്തിലും ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട് എന്ന് സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുടെ ഭാഗങ്ങളായി ദക്ഷിണേഷ്യയിലെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ചില സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള വിശാലമായ ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദക്ഷിണേഷ്യയിലെ രാജ്യങ്ങളിലേക്ക് കൂടി മാർക്കറ്റ് ലക്ഷ്യം വയ്ക്കുന്ന ഒരു നിക്ഷേപ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ഇവരുടെ ടെസ്ലയുടെ ലക്ഷ്യമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഭാരതത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്.